മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിളിൽ ബിസിനസ് എത്തിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് എത്തിക്സ് എന്നുള്ളത് നോക്കാം. എത്തിക്സ് എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയും. അതല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഓർ വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് ഫോൾസ്, ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട് അതിൽ റൈറ്റും ട്രൂ ആയിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നു, എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്ന ഡെഫിനേഷനാണ് എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെയും ശരിയായിട്ടുള്ള പ്രവൃത്തിയെ നമുക്ക് എത്തിക്സ് എന്ന് വിളിക്കാം. എത്തിക്സിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും. അപ്പോൾ ഓരോ കാര്യങ്ങളും ഏതാണ് റൈറ്റ്, ഏതാണ് റോങ്, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് സൊസൈറ്റിക്ക് ബെനിഫിറ്റ്സ് നൽകുന്നത്, എന്താണ് സൊസൈറ്റിക്ക് ബെനിഫിറ്റ്സ് നൽകാത്തത്, ഫെയർനെസ് ആയത് ഏതാണ്, ഇതൊക്കെ കറക്റ്റായിട്ട് അതിനുള്ള സ്റ്റാൻഡേർഡ്സ് വേണം, വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഏതാണ് ഒരാൾ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതാത്തതെന്നും ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എത്തിക്സിൽ ആദ്യം വേണ്ടത്. രണ്ടാമത്തെ സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള കുറച്ച് നോംസ് ഉണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഏതൊക്കെ ഞാൻ ചെയ്യില്ല എന്ന് കൃത്യമായിട്ടൊരു നോംസ്, ഒരു സ്റ്റാൻഡേർഡ്സ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് വൺസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു, എത്തിക്സ് എപ്പോഴും ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എത്തിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ് ആണ്. Then the other one is that ഇതിനകത്ത് സ്റ്റഡി ഓഫ് എ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് നോളജ് അബൌട്ട് മോറൽ ബിഹേവിയർ ആൻഡ് കണ്ടക്റ്റ് ആണ്. നമുക്കിതിനകത്ത് മോറൽ ബിഹേവിയറിനെ കുറിച്ച്, എങ്ങനെയാണ് ഒരു വ്യക്തി പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു വ്യക്തി എന്നതിനെക്കുറിച്ച് നമ്മൾ അതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെക്കുറിച്ചുള്ള നോളജ് നമ്മളിലേക്ക് നൽകുന്ന ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള നോംസ് അതേപോലെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത്, ഒരു കാര്യം എങ്ങനെ ആയിരിക്കണം, ഏത് ലിമിറ്റ് വരെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ സ്റ്റാൻഡേർഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ഒരു ഹ്യൂമൻ കണ്ടക്ട്, ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ കുറിച്ച് ഉള്ള മോറൽ ജഡ്ജ്മെൻറ്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ethics tries to set the standard for the ultimate end or the highest goal is pursued ആണ്. എത്തിക്സിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഏതാണ് ഗുഡ്, ഏതാണ് ബാഡ്, ഏതാണ് റൈറ്റ്, ഏതാണ് റോങ്, ഏതാണ് ഫെയർ, ഏതാണ് അൺഫെയർ, മോറൽ, ഇമ്മോറൽ, ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഹ്യൂമൻ ആക്ഷൻ ഏതായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് ലോഫുൾ ആൻഡ് വാട്ട് ഈസ് അൺലോഫുൾ എന്നുള്ളതാണ് എത്തിക്സിലൂടെ നമ്മൾ കണ്ടുവെക്കുന്നത്. സോ ഓൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എത്തിക്സ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദ ബ്രാഞ്ചസ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. Branches or types of ethics consist of four, that is normative ethics, meta ethics, applied ethics and moral ethics. So first one is normative ethics. Normative ethics എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അതാണ് നോർമേറ്റീവ് എത്തിക്സ് പറഞ്ഞു വെക്കുക. അവിടെ നമുക്കുണ്ടാകുന്ന എത്തിക്കൽ ആക്ഷൻ, നമ്മൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ എത്തിക്കലി പെരുമാറുന്നു എന്നുള്ളതാണ് നോർമേറ്റീവ് എത്തിക്സ് പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോർമേറ്റീവ് എത്തിക്സ് പറഞ്ഞു വെക്കും. സെക്കൻഡ് വൺ പറയുന്നത് മെറ്റാ എത്തിക്സ് ആണ്. മെറ്റാ എത്തിക്സ് പറയുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്താൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് മെറ്റാ എത്തിക്സ്
പറഞ്ഞു വെക്കുന്നത്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ആക്ടിങ് എത്തിക്കലി? നമുക്ക് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അങ്ങനെ എത്തിക്കലി കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു എന്താ പറയുക സ്റ്റഡീസാണ് മെറ്റാ എത്തിക്സിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതിനകത്ത് മെറ്റാ എത്തിക്സിൽ we can understand the nature of ethical properties and judgments such as if true values can be found and the theory behind moral principles. എന്താണ് ഈ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താണ് മെച്ചം എന്നതിനെക്കുറിച്ചാണ് മെറ്റാ എത്തിക്സ് പറഞ്ഞു വെക്കുന്നത്. ദെൻ അടുത്ത് അപ്ലൈഡ് എത്തിക്സ് ആണ്. അപ്ലൈഡ് എത്തിക്സ് പറഞ്ഞു വെക്കുന്നത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നത് അപ്ലൈഡ് എത്തിക്സ് പറയുന്നു. അപ്പോൾ അതായത് എത്തിക്കൽ തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനിലും എത്തിക്കൽ തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുക. ഇപ്പോൾ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പിന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഉള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കോളേജിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഡേ ടു ഡേ ഇവൻറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് എത്തിക്കലി പെരുമാറുന്നത് എന്നുള്ളതാണ് അപ്ലൈഡ് എത്തിക്സ് പറഞ്ഞു വെക്കുക. ദെൻ മോറൽ എത്തിക്സ് ആണ് അടുത്തത്. മോറൽ എത്തിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് ഗുഡ് ഓർ വാട്ട് ഈസ് ബാഡ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് മോറൽ എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പേഴ്സണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ആണ് പറയുന്നത്. പേഴ്സണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അയാൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ്, അതാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ അയാൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി, മോറൽ വാല്യൂസ്, അതിനെയാണ് നമ്മൾ പേഴ്സണൽ എത്തിക്സ് എന്ന് പറയും. ഇതെവിടെ ഇങ്ങനെ എഴുതി ഒപ്പിടിച്ച് വെച്ചിട്ടുള്ളതല്ല. പേഴ്സണൽ എത്തിക്സ് ഒരാൾ അയാളുടെ ലൈഫിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്ത് ശീലിച്ചു പോരുന്നതിലൂടെ നേടിയെടുക്കുന്നതാണ് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ വളർന്നു വരുന്നതിനനുസരിച്ച് അയാൾക്ക് തന്നെ അറിയാം ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യരുതാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. അതാണ് പേഴ്സണൽ എത്തിക്സ്. അതേസമയം പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് അയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പറ്റില്ലാത്തതെന്ന് കൃത്യമായിട്ട് എന്താ പറയുക റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അവർ റിട്ടേൺ ആൻഡ് സൈൻഡ്, ഞാനിതൊക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ടായിരിക്കും അയാൾ ജോലിയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ആൻഡ് സൈൻഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള എത്തിക്കൽ കോഡ് അവർ ഫോളോ ചെയ്യേണ്ടത്, അവരുടെ പ്രൊഫഷനിൽ ഫോളോ ചെയ്യേണ്ടതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറഞ്ഞു നോക്കുക ഒബ്ജക്റ്റീവ്സ് ഓഫ് എത്തിക്സ് ആണ്. എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഇതിനകത്ത് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നടപ്പാക്കുക എന്നുള്ളതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അതേപോലെ തന്നെ മോറൽ സ്റ്റാൻഡേർഡ്, നോംസ് ഓഫ് ബിഹേവിയർ ആണ് ഇതിനകത്ത് പറയുന്നത്. അതേപോലെ ആൻഡ് ഓവറോൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് മോറൽ ഇമ്മോറൽ ആയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെയാണ് മോറൽ, വാട്ട് ഈസ് മോറൽ ആൻഡ് വാട്ട് ഈസ് ഇമ്മോറൽ എന്ന് കൃത്യമായിട്ട് ഇവിടെ എന്താ പറയുക ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്സ്, ഹ്യൂമൻ ബിഹേവിയറിൽ ജഡ്ജ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് മോറൽ, ഏതൊക്കെയാണ് മോറൽ അല്ലാത്തത്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഓരോന്നിലും ജഡ്ജ്മെൻറ്റ് നടക്കുക. ഇയാൾ ചെയ്ത് ശരിയായോ ആളില്ലയോ എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് നടത്തുക എന്നുള്ളത് എത്തിക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ഡൂസ് ആൻഡ് ഡു നോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ വൺസ് ഒപ്പീനിയൻ ഓർ ആട്രിബ്യൂട്ട് അബൌട്ട് ഹ്യൂമൻ കണ്ടക്ട് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ജനറൽ. ഓരോരുത്തരുടെ എന്താ പറയുക അവരുടെ കണ്ടക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിനെ പറ്റി എന്താണോ നമുക്ക് പറയാനുള്ളത് അത് നമുക്ക് പൊതുവായിട്ട് എന്താ പറയുക പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് ബിസിനസ് എത്തിക്സിനെ പറ്റിയാണ്. എന്താണ് ബിസിനസ് എത്തിക്സ്? നമ്മൾ പറഞ്ഞ ഈ എത്തിക്സ് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് ലീഗൽ, വാട്ട് ഈസ് ഇല്ലീഗൽ എന്നൊക്കെയുള്ളത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. എത്തിക്സ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക, ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്, അതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അതിനകത്ത് കാറ്റർ മക്നാമറ പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് എത്തിക്സ് ഈസ് ജനറലി കമ്മിങ് ടു നോ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഇൻ ദ വർക്ക് പ്ലേസ് and doing what is right. This is in regard to effects of product, service and in relationship with stakeholders ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ആയിരിക്കുന്ന ആൾക്കാർ അതിനകത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നും തെറ്റാതാണെന്നും മനസ്സിലാക്കിയിട്ട് അത് അവരുടെ ജോലി സ്ഥലത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മേഖലയിലാണെന്ന് വെച്ചാൽ അവരുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം, അതേപോലെ തന്നെ ആ ബിസിനസ്സും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആ ബിസിനസ്സിൽ താല്പര്യമുള്ള അതുമായിട്ട് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ റൈറ്റ് ആയിട്ടുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റോജൻ എ ബുഷോൾ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു റൈറ്റ് ഓർ റോങ് ബിഹേവിയർ ഇൻ ബിസിനസ് ഡിസിഷൻ. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ കാര്യങ്ങൾ വേണം തീരുമാനിക്കാൻ എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് പറഞ്ഞു വെക്കുക. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. ബിസിനസ് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അതിനകത്ത് അനാലിസിസ് ആൻഡ് ഇവാലുവേഷനും അപ്രോച്ചസ് ടു റിസോൾവ് എത്തിക്കൽ പ്രോബ്ലംസും ആണ് പറയുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുക. പാസ്റ്റ് ഇവൻറ്റ്സും ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് എന്തൊക്കെയാണ് ബിസിനസ്സിൽ എത്തിക്സ് പരമായിട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഓരോ സിറ്റുവേഷനും അതിനനുസരിച്ച് ചെയ്യുക. ഫ്യൂച്ചറിലും അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ പറയാം. അപ്പം ഇതിന് മുന്നേ ഓരോ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുക, ഇപ്പം എങ്ങനെ ചെയ്യണം, അതേപോലെ ഭാവിയിൽ എന്ത് ചെയ്യണം, അതായത് റൈറ്റായിട്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. ബിസിനസ് എത്തിക്സിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അതാണ്. സെക്കൻഡ്, അപ്രോച്ചസ് ടു റിസോൾവ് എത്തിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്നിട്ട് അതിനെ ആ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇതൊരു ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് കുറേ പ്രിൻസിപ്പിൾസും ബിസിനസ് ഫോളോ ചെയ്യേണ്ട കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഇതിനെ ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനെ ആർട്ടായിട്ടും സയൻസായിട്ടും പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് കുറേ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ തിയറിറ്റിക്കൽ നോളജായിട്ട് നമുക്ക് നൽകുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ സയൻസായിട്ട് പറയുന്നു. അപ്പോൾ ആ തിയറിറ്റിക്കൽ നോളജ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ്. അപ്പോൾ അതിന് ആ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷനിലൂടെ നോളജ് കണ്ടെത്തുന്നതുകൊണ്ട് അതിനെ സയൻസ് ആയിട്ട് പറയാം. അതേസമയം ഈ കണ്ടെത്തിയ കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് ആർട്ടായിട്ടും പറയാം. സോ ഇറ്റ് ഈസ് ആർട്ട് ആൻഡ് സയൻസ്. അടുത്ത ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് പല റൂൾസ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് എത്തിക്സിൽ. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അതിനകത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ആൻ ഏൻഷ്യൻ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ഹ്യൂമൻ സിവിലൈസേഷൻ ഉള്ളപ്പോൾ തുടങ്ങി ഉള്ളൊരു കോൺസെപ്റ്റാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏൻഷ്യൻ കോൺസെപ്റ്റാണ്. പിന്നെ ഇതിന് തിയോളജിക്കൽ ബേസാണ് ഉള്ളത്. അപ്പോൾ തിയോളജി ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും എന്താ പറയുക, ശരി ഏതാണ്, തെറ്റ് ഏതാണ്, നല്ലത് ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എത്തിക്സ് എന്ന് പറയുമ്പം അതിനൊരു തിയോളജിക്കൽ ബേസ് ഉണ്ട്. സിൻസിയർ ആയിരിക്കണം, നല്ല ബിഹേവിയറിലായിരിക്കണം എന്നുള്ളതൊക്കെ. ദെൻ അടുത്തത് സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ബിസിനസ് എത്തിക്സിൽ നമ്മൾ ഗോൾസ് ആൻഡ് മീൻസ്, ഒരു കാര്യം എന്തൊക്കെയാണ് നേടേണ്ടത്, അത് ഏത് രീതിയിലാണ് നേടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് എന്താ പറയുക മനസ്സിലാക്കണം. ഇപ്പോൾ ബിസിനസ് എത്തിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ബിസിനസ്സിൽ പ്രോഫിറ്റ് നേടുക എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പം അത് ഏത് രീതിയിലാണ് ആ ഗോൾ നേടുന്നതെന്നും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റം. എത്തിക്സ് എപ്പോഴും ഇമോഷൻ്റെ ബേസിലല്ല, റിയാലിറ്റി യാഥാർത്ഥ്യത്തിൻ്റെ ബേസിൽ വേണം നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യാനായിട്ട്.
പിന്നെ ഇത് എപ്പോഴും ഹ്യൂമൻ ആസ്പെക്റ്റ് റിലേറ്റഡ് ആണ്. ഹ്യൂമൻ ബീങ്സിനാണ് എത്തിക്സ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പിന്നെ മനുഷ്യനാണ് എത്തിക്സ് ഫോളോ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇത് ഹ്യൂമൻ ആസ്പെക്റ്റ് ആണ്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. എല്ലായിടത്തും എത്തിക്സ് ഫോളോ ചെയ്യണം. ലോകത്തെ എല്ലായിടത്തും റൈറ്റ് ആൻഡ് റോങ് എന്താണെന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലത് കാര്യങ്ങൾ ചെയ്യുന്നത് ശരി, ചില കാര്യങ്ങൾ തെറ്റ് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ലോകത്തെ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് എത്തിക്സ്. അപ്പോൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. ദെൻ ഡെവലപ്സ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഇനി ഇതിനകത്ത് നമുക്ക് എത്തിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു പേഴ്സണൽ ഡിഗ്നിറ്റി, ഒരാൾക്ക് അയാളുടേതായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം, ഡിഗ്നിറ്റി എന്താ പറയുക, ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. ഇനി ഇതിനകത്ത് ഓരോരുത്തരുടെയും എന്താ പറയുക, ഓരോ വ്യക്തികളുടെയും പെർസ്പെക്റ്റീവിനനുസരിച്ച് എത്തിക്സ് എന്ന് പറയുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. ദെൻ കീപ് ഹാർമണി. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരും ബിസിനസ്മാനും ഓരോ കൺസ്യൂമറും ഒക്കെ ആയിട്ടും പരസ്പരം നല്ലൊരു ഹാർമണി, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്തിക്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ അടുത്ത് നമ്മൾ കാണുന്ന സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. എവിടെയൊക്കെയാണ് ഈ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് നടപ്പാക്കുന്നത് എവിടെയൊക്കെയാണ്? ഇപ്പോൾ സ്കോപ്പിൽ പറഞ്ഞു വെക്കുക. ഫസ്റ്റ് എത്തിക്സ് ഇൻ കൺഫോമിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ കൺഫോമിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലയിൻസ് ആണ്. അതായത് എല്ലായിടത്തും എന്തൊക്കെ ചെയ്യണമെന്നാണ്, എത്തിക്സ് പരമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുണ്ടോ ആ മേഖലകളിലൊക്കെ അത് നടപ്പാക്കുക എന്നുള്ളതാണ് എത്തിക്സ് ഇൻ കൺഫോമിറ്റി പറഞ്ഞു വെക്കുക. അപ്പം നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതോറിറ്റി തരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാവരും നടപ്പാക്കണം, അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നത്, അത് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് could be to do the right things out of the fear of being caught rather than a desire to be abiding by the law. ഇപ്പോൾ ലോ അതിനനുസരിച്ച് ചെയ്യുക എന്നതിനേക്കാളും നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, അത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതാണ്, അതാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ചെയ്യേണ്ടതാണ് എങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. നമ്മളത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എത്തിക്സ് ഇൻ കൺഫോമിറ്റി. ദെൻ എത്തിക്സ് ഇൻ ഫിനാൻസ് മേഖലയിലും എത്തിക്സ് ആവശ്യമാണ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിൽ നമ്മൾ വിൻഡോ ഡ്രസ്സിങ് നടത്താനായിട്ട് പാടില്ല. അതായത് ഇല്ലാത്ത പ്രോഫിറ്റൊക്കെ കാണിച്ച് വിൻഡോ ഡ്രസ്സിങ് നടത്തുക, പിന്നെ എന്താ പറയുക, ബ്രൈബറി, പിന്നെ ഓവർ ബില്ലിംഗ് ഓഫ് എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഫിനാൻസ് മേഖലയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുന്നത് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ഹ്യൂമൻ റിസോഴ്സിനും, ജോലിക്കാർക്കെല്ലാം ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എല്ലാവർക്കും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അവരുടെ റൈറ്റ്സ് എല്ലാം അവർക്ക് എന്താ പറയുക, അംഗീകരിച്ച് കൊടുക്കണം. കൃത്യമായിട്ട് ജോലി ചെയ്യാനുള്ളൊരു അനുവാദം അവർക്ക്, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ഏജ്, ജെൻഡർ, റേസ്, റിലീജിയൻ, ഡിസബിലിറ്റിൻ്റെ പേരിലൊന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല, സെക്ഷൽ ഹരാസ്മെൻറ്റ് പാടില്ല. അതേപോലെ തന്നെ എംപ്ലോയീസിന് ട്രേഡ് യൂണിയൻ്റെ ഇതിലൊന്നും അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ദെൻ ഡ്രഗ് ടെസ്റ്റിംഗ് ഇതൊക്കെ നടത്തിയിട്ട് അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ദെൻ സമരം നടത്താൻ അവർക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സമരം നടത്തണമെങ്കിൽ അത് നടത്താനുള്ള റൈറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ അത് അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ അവർക്ക് അനുവദിച്ച് കൊടുക്കണം. ദെൻ എംപ്ലോയി തമ്മിൽ നല്ലൊരു എന്താ പറയുക, ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ അഫർമേറ്റീവ് ആക്ഷൻ, അതായത് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യാനായിട്ട് അവർക്ക് ഉള്ള അനുവാദം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ്. എംപ്ലോയീസിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതുകൊണ്ട് എത്തിക്സ് ഹ്യൂമൻ റിസോഴ്സ് മേഖലകളിലും ആപ്ലിക്കബിൾ ആണ്. ദെൻ എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൽ എത്തിക്സ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിനകത്ത് പ്രൈസിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ പിന്നെ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ ചിൽഡ്രനെ വെച്ച് അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ നടത്താൻ പാടില്ല. അതേപോലെ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും എന്താ പറയുക, അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിക്സ് പരമായിട്ട് വേണം ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് മേഖലയിൽ. ദെൻ എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും.
അപ്പം നമുക്ക് കൺസ്യൂമറിന് ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. പിന്നെ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആവാൻ പാടില്ല. അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന കാശിന് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് കൺസ്യൂമറിന് അവൈലബിൾ ആവണം. അപ്പോൾ അതും പ്രൊഡക്ഷൻ മേഖലകളിലും എത്തിക്സ് ഫോളോ ചെയ്യണം. ഇതാണ് എത്തിക്സിൻ്റെ സ്കോപ്പിൽ പറഞ്ഞു വെക്കുക. ദെൻ അടുത്തത് ബിസിനസ് എത്തിക്സ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡിസിപ്ലിനായിട്ടാണ് പറയുന്നത്. ബിസിനസ് എത്തിക്സിന് മാനേജ്മെൻറ്റ് ഡിസിപ്ലിനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 1960s ഡെവലപ്പ് ചെയ്തപ്പോൾ തുടങ്ങി നമ്മൾ എന്താ പറയുക മാനേജ്മെൻറ്റ് മേഖലകളിൽ ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ബിസിനസ്സിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ പോവേർട്ടി, ക്രൈം, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഈക്വൽ റൈറ്റ്സ്, പബ്ലിക് ഹെൽത്ത്, അതേപോലെ തന്നെ ഇംപ്രൂവിങ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിലെ പ്രോബ്ലത്തിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഓരോ ബിസിനസ് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ബിസിനസ് എത്തിക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസിപ്ലിനോട് സിമിലർ ആയിട്ട് പറയുന്നു. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പം അത് എന്താ പറയുക എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് എത്തിക്സ് പരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കണം. അതിൻ്റെ പ്രൊസീജിയറൊക്കെ എത്തിക്സ് പരമായിരിക്കണം എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് സിമിലർ ടു മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ് പറഞ്ഞു വെക്കുക. ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് എത്തിക്സിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ബിസിനസ് എത്തിക്സിൽ ഫസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂ പ്രിസ്ക്രൈബ്ഡ് ഫോർ എ മാനേജർ ബൈ ഹിസ് സുപ്പീരിയേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിൽ എത്തിക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മാനേജർ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്, വാല്യൂസ് ആണ് അയാൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അയാളുടെ സുപ്പീരിയേഴ്സിൽ നിന്നാണ് അയാൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദ മാനേജേഴ്സ് പേഴ്സണൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, ഒരു വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും, പെരുമാറ്റ രീതികളുണ്ടാവും. അപ്പോൾ അത് ഒരു ബിസിനസ് എത്തിക്സ് ഫോം ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന കുറേ ശരികളുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ അത് മാനേജേഴ്സ് പേഴ്സണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ദെൻ ദ പോളിസി ആൻഡ് ഫിലോസഫി ഓഫ് ദ ഓർഗനൈസേഷൻ അതിൻ്റേതായിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് ദെൻ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൽ കുറേ എത്തിക്സ് ആയിട്ട് എന്താ എന്നുള്ളതുണ്ടാവും. അപ്പോൾ അതും എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ സൊസൈറ്റി ബിസിനസ് എത്തിക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. സോ ഓൾ ദീസ് ആർ ദ things that determine business ethics. Okay.